നമസ്കാരം. ലോകം ഒരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ എന്ന ഭയം ലോകത്തെ അസ്വസ്ഥമാക്കുന്നു. വെനസ്വേല എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തേക്ക് കടന്നുകയറിയ ട്രംപ് സ്വയം ആക്ടിംഗ് പ്രസിഡന്റായി അവരോധിക്കുന്നു. മാർക്കോ റൂബിയോ ക്യൂബ പ്രസിഡന്റാവുമോ എന്ന എക്സ് പോസ്റ്റ് പങ്കുവച്ച് തനിക്ക് സമ്മതമാണ് എന്ന നിഗൂഢ പ്രതികരണവും നടത്തിയിരിക്കുന്നു. ക്യൂബയുടെ ഭാവി അപകടത്തിലോ എന്ന സംശയമുയരുമ്പോൾ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കാൻ ചേരുകയാണ് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ NP ഉല്ലേഖ്. ക്യൂബയിൽ സഞ്ചരിച്ച് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ ഉൾപ്പെടുത്തി മാഡ് അബൌട്ട് ക്യൂബ എ മലയാളി റീവിസിറ്റ്സ് ദ റെവല്യൂഷൻ എന്ന പുസ്തകം എഴുതിയ എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടി ക്യൂബയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മോട് വിശദീകരിക്കാൻ ആണ് ഉല്ലേഖ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം ശ്രീ ഉല്ലേഖ്. വെനസ്വേലയ്ക്ക് പിന്നാലെ ട്രംപ് ക്യൂബയെ ലക്ഷ്യമിടുകയാണോ? അതിന്റെ സൂചനകളാണോ ട്രംപ് നൽകുന്നത്? ക്യൂബയെ പറ്റി പറയുമ്പോൾ ക്യൂബയില് ഇത് ട്രംപ് എന്ന് പറഞ്ഞാൽ 15ാമത്തെ പ്രസിഡന്റാണ്. ക്യൂബയെ ട്രംപിന്റെ 2ാമത്തെ ടേമാണ്. അപ്പൊ ട്രംപ് 15ാമത്തെ പ്രസിഡന്റാണ്. ക്യൂബയെ തകർക്കണം അല്ലെങ്കിൽ ക്യൂബയിൽ റെജിം ചേഞ്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പരാജയപ്പെട്ട പ്രസിഡന്റുകളിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേം നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പം അദ്ദേഹത്തിന് മുമ്പ് 14 പ്രസിഡന്റുമാര് ക്യൂബയില് റെജിം ചേഞ്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞ് അത് സാധിക്കാതെ അവർ മരിച്ചു പോയിട്ടുണ്ട്. പലരും ഒബാമയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. ക്യൂബയിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മിക്കേണ്ടത് ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ശീതസമരം ആഗോളതലത്തിൽ അവസാനിച്ചു എന്ന് നമ്മൾ കരുതി. അപ്പോൾ ഒരു യൂണിപോളർ വേൾഡ് ലോകത്ത് ഉയർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ഐക്യനാടുകൾ ഒരുപാട് അവരുടെ മുൻ ശത്രു രാജ്യങ്ങളായിട്ടുള്ള ആളുകളുമായിട്ടെല്ലാം നല്ല രീതിയിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരെ മുട്ടുകുത്തിച്ച ചെറിയ രാജ്യമായ വിയറ്റ്നാമിനോടുകൂടി പോലും അവരുടെ ബന്ധം വളരെ ശക്തമായിട്ട് പുനഃസ്ഥാപിച്ചത് 90കളിലാണ്. പക്ഷെ ആ സമയത്ത് പോലും ക്യൂബയുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമ്പത്തികവും എല്ലാ തരത്തിലുള്ള സാഹചര്യവും ഉള്ള ആ സമയത്താണ് പ്രധാനപ്പെട്ട, അന്നും ഡെമോക്രാറ്റ്സ് ആണ് അധികാരത്തിലുള്ളത്, ബിൽ ക്ലിന്റൺ അടക്കമുണ്ട്. അന്നാണ് ടോർസെല്ലി ആക്ടും അതുപോലെ ഹെംസ് ബർട്ടൺ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ അമേരിക്കൻ കോൺഗ്രസ് കൊണ്ടുവന്നത്. അതില് ഈ ക്യൂബയിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ക്യൂബക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ 70-കൾക്ക് ശേഷം 80-കൾക്ക് ശേഷം റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങൾ 90കളിൽ തന്നെ അനുഭവിച്ചതാണ്. ഇപ്പോഴിപ്പം 2026 ആകുമ്പോഴേക്ക് എത്രമാത്രം ഭീകരമായിരിക്കും ആ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ പ്രത്യേകിച്ച് ഈ സാങ്ഷൻസ്, അമേരിക്കൻ സാങ്ഷൻസ് കൊണ്ട് ക്യൂബയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം 67 വർഷമായിട്ട് അവർ തുടരുന്നു. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ 90കളിൽ അസ്തമിച്ചു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ നിലനിന്ന സമയത്തുള്ള ക്യൂബയെക്കാളും കൂടുതൽ സോവിയറ്റ് യൂണിയൻ നിലനിൽക്കാത്ത സമയത്തുള്ള ക്യൂബയാണ് നമ്മളുടെ മുമ്പിലുള്ള ക്യൂബയുടെ അതിജീവനത്തിന്റെ ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പം ക്യൂബയ്ക്കെതിരായിട്ടുള്ള ഇത് പുതുമയൊന്നുള്ള ഒരു സംഭവമല്ല. പക്ഷെ ട്രംപ് എന്ന ഒരു ഭരണാധികാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മറ്റുള്ള പ്രസിഡന്റുമാരിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളതാണ്. കാരണം ഇത് ഒരു അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു അമേരിക്കൻ എംപയറിന്റെ തകർച്ചയുടെ സമയത്തുള്ള അവിടുത്തെ ഏറ്റവും കുബേരരായ അദ്ദേഹത്തിന്റെ ഫാമിലി അടക്കമുള്ള കുബേരരായ ആളുകളുടെ അവരുടെ എല്ലാ തരത്തിലുള്ള അവർക്ക് വേണ്ടി ഉള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിനും നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വ്യത്യാസം അതിലുണ്ട്. സൈനിക സഹായത്തിന് പകരമായി വെനസ്വേലയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം ഇനി കിട്ടില്ല എന്ന് ട്രംപ് പറയുന്നു. ഒപ്പം വെനസ്വേലയിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ഇനി ലഭിക്കില്ല എന്ന് ട്രംപ് പറയുന്നു. ക്യൂബയെ സംബന്ധിച്ച് നിലനിൽപ്പ് എത്രമാത്രം വെല്ലുവിളിയാണ് ഈ ഘട്ടത്തിൽ? ക്യൂബ അല്ലെങ്കിൽ തന്നെ ഒരുപാട് തരം ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. അവിടെ
ഇതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്ത് നിന്ന് ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ആ നാട് വിട്ടു പോകുന്നത്. അതിപ്പം ഈ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്തോളം അമേരിക്കൻ സാങ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. പിന്നെ സോവിയറ്റ് യൂണിയൻ പോയതിനു ശേഷവും ഒരുപാട് കാലം സാങ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ചില കാലഘട്ടത്തിലൊന്നും വെനിസ്വേലയുടെ സഹായം പോലും കിട്ടിയിട്ടില്ല. ഹ്യൂഗോ ചാവേസ് വന്നതിന് ശേഷം മാത്രമാണ് ആ സഹായം കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടും ചില മുടക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല രാജ്യങ്ങളുമായിട്ടുള്ള, ഇപ്പൊ ഇന്ത്യ ഉദാഹരണത്തിനെടുക്കുക, ഇവിടെ ബാംഗ്ലൂർ ഹെഡ്ക്വാർട്ടർ ചെയ്തിട്ടുള്ള ബയോകോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമ കമ്പനി ഉണ്ട്. അവരുടെ ആദ്യത്തെ മില്യൺസ് അവരുണ്ടാക്കിയിട്ടുള്ള ക്യൂബായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. ക്യൂബൻ ബയോടെക്നോളജി പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അവര് കൂടുതൽ വലുതായപ്പോൾ അമേരിക്കൻ സാങ്ഷൻസ് പേടിച്ചിട്ട് അവർക്ക് ക്യൂബയുമായി ബന്ധം തുടരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ക്യൂബ എപ്പോഴും അവര് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. അതിപ്പം വെനിസ്വേലയുടെ സഹായം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഓയിൽ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പിന്നെ അവർ മെഡിക്കൽ സർവീസസ് കൊടുക്കുന്ന, അവർക്ക് കിട്ടുന്ന റെമിറ്റൻസസ്, അല്ലെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി സർവീസസ് കൊടുക്കുന്നതുകൊണ്ടുള്ള പണം, ഇതൊന്നും ഇല്ലെങ്കിൽ അവരെങ്ങനെ അതിജീവിക്കുന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ ഈ പ്രതിസന്ധികൾ എത്രയോ കാലമായിട്ട് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ക്യൂബ. അമേരിക്കയെ പതിറ്റാണ്ടുകൾ ചെറുത്ത് തോൽപ്പിച്ചതിന്റെ ചരിത്രം ക്യൂബയെ സംബന്ധിച്ച് പറയാനുണ്ട്. പക്ഷേ അതിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? ക്യൂബയെ അടുത്തറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് ഉണ്ട്. ഏത് രാജ്യത്തായാലും അങ്ങനെ ഒരു, ഇപ്പം ഇറാനിൽ പോയാലും ഒരുപാട് ആളുകൾ, പിന്നെ ഇറാനിലെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആളുകളുണ്ട്. അതിപ്പോ ഇന്ത്യയിൽ നോക്കിയാലും ഇത്രയധികം വലിയ ശക്തിയോടെ ഭരിക്കുന്ന ഒരു രാജ്യമാണെന്ന് പറയുന്ന ഇന്ത്യയിൽ പോലും എത്രയോ എതിർപ്പുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ക്യൂബ 1959 മുതൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന, അതായത് 60 വോട്ട് തന്നെ എന്ത് തന്നെയായാലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമായിട്ടാണുള്ളത്. എത്രയോ വലിയ മുന്നേറ്റം അവര് പല കാര്യങ്ങളിലുണ്ട്. പക്ഷെ ചെറുപ്പക്കാരായിട്ടുള്ള പലർക്കും ആ ഒരു ക്യൂബൻ റവല്യൂഷൻ, ആ ഒരു വിപ്ലവത്തിനെ പറ്റിയുള്ള അവരുടെ ഓർമ്മകൾ അവർക്കില്ല. പഴയ തലമുറക്കുണ്ട്. അവർക്ക് അവര് ചോദിക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം അവിടെ വിദ്യാഭ്യാസം ഫ്രീ ആണ്. നിങ്ങൾ PhD അടക്കം, പോസ്റ്റ് ഡോക് അടക്കം ചെയ്യുന്ന എല്ലാം ഫ്രീ ആണ്. നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് മുഴുവൻ ഫ്രീ ആണ്. പക്ഷെ അവർക്ക് ഈ സാങ്ഷൻസ് കാരണമാണ് അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധി എന്ന കാരണം അവർക്ക് അറിയാമെങ്കിലും അവർക്ക് അതിന്റെ റീസൺ അവർക്ക് അറിയണ്ട. ചെറുപ്പക്കാർക്ക് അവർക്ക് ഇതെങ്ങനെ, എന്തുകൊണ്ട് ബാക്കി ലോകത്തിലുള്ള യുവ തലമുറയൊക്കെ ഒരുപാട് വളരെ കൺസ്യൂമറിസ്റ്റായ രീതിയിൽ അവർ പല സാധനങ്ങളും വാങ്ങുന്നതും ഒരുപാട് ഉപയോഗം നടത്തുന്നതും പല രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതും ഒരുപാട് പണം അവരുണ്ടാക്കുന്നതും ഒക്കെ കണ്ടിട്ട് പൂർണ്ണമായിട്ടും അവർക്ക് അവരുടെ ഭരണകൂടത്തോടുള്ള എതിർപ്പ് അവർക്ക് ഉണ്ട്. അവര് ഞാനത് പറഞ്ഞിട്ടുള്ളത് ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ ദ റീസൺസ് വൈ ദിസ് ഇസ് ഹാപ്പനിങ്. ഇത് സാങ്ഷൻസ് കാരണമാണ് ഇത് സംഭവിക്കുന്നുള്ളത് കൊണ്ടൊന്നും അവർക്കതിൽ ഒരു സഹതാപം ഗവൺമെന്റിനോടില്ല. അതുകൊണ്ട് തീർച്ചയായും അതിനകത്ത്, അകത്ത് ഈ കാര്യങ്ങളൊക്കെ മാറണം എന്നുള്ള കുറച്ച് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കാരണം, എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ അമേരിക്കൻ ഐക്യനാടുകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ചുറ്റുമുള്ള ലാറ്റിൻ അമേരിക്കയിലെ, അതെന്ന് വെച്ചാൽ സൗത്ത് അമേരിക്കയും സെൻട്രൽ അമേരിക്കയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ വരുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള, റീഡിസ്ട്രിബ്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള എക്കണോമിക് പോളിസീസ് ആണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എഡ്യൂക്കേഷനും മെഡിക്കൽ കെയറും എല്ലാം ഫ്രീ ആണ്. പലതരത്തിലുള്ള ചെറുപ്പക്കാർക്കും വേണ്ട പല സംഭവങ്ങളും ഫ്രീ ആണ്. അപ്പോൾ അത് കണ്ടിട്ട്, ഇത് ക്യൂബ എന്ന് പറഞ്ഞാൽ 90 മൈൽ അപ്പുറത്താണ്.
ഫ്ലോറിഡ. അമേരിക്കയുടെ 90 മൈൽ പടിഞ്ഞാറോട്ടാണ് ക്യൂബ ഇരിക്കുന്നത്. അവിടെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷനും ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയറും കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരും. 1823 മൺട്രോ ഡോക്ട്രിനിലൂടെ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അമേരിക്കയുടെ സ്വാധീന വലയിലാക്കാനുള്ള ശ്രമങ്ങളെ ട്രംപ് പുനരുജ്ജീവിപ്പിക്കുകയാണെന്ന് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി വ്യക്തമാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണോ ട്രംപ് ഇപ്പോൾ? ഈ വെനിസ്വേലയും ക്യൂബയും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വെനിസ്വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഓയിൽ റിസർവ്സ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പം അതിനോടുള്ള ഒരു ആക്സസ് അത് പ്രത്യേകമാണ്. അത് ക്യൂബയിലോ അല്ലെങ്കിൽ കൊളംബിയയിലോ അതുപോലുള്ള വേറെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇല്ല. അത് ഉള്ളത് ആ തരത്തിലുള്ള ഹെവി ക്രൂഡ് പിന്നെ ഉള്ളത് കാനഡയിലാണ്, പിന്നെ റഷ്യയിലും. അപ്പോൾ കാനഡയിലുള്ള താല്പര്യം, ട്രംപിന്റെ താല്പര്യവും ഇത് തന്നെയായിരിക്കാം ചിലപ്പോൾ. പക്ഷെ വെനിസ്വേലയോടുള്ള താല്പര്യം പൂർണ്ണമായിട്ടും അവരുടെ ഓയിലിനോടുള്ള താല്പര്യം, അല്ലാതെ ഒരു നാഷണൽ സെക്യൂരിറ്റി റീസൺസ് ഒന്നും അതിലില്ല. പക്ഷെ ക്യൂബയിൽ ഇങ്ങനെ ഓയിലില്ല. പക്ഷെ ക്യൂബയിൽ വേറെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. പക്ഷെ അതൊന്നും ടാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം സ്മാർട്ട് ഫോൺസിലും മറ്റും ഉപയോഗിക്കുന്ന കൊബാൾട്ട്, പിന്നെ അതല്ലാതെ നിക്കൽ, ഇതുപോലുള്ള നാച്ചുറൽ റിസോഴ്സസ് അവിടെ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് കൊബാൾട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോങ്കോ ആ ബെൽറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും അധികം കൊബാൾട്ട് റിസർവ്സ് ഉള്ളത് ക്യൂബയാണ്. പക്ഷെ ഇതൊന്നും ടാപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് വെനിസ്വേലയിലാണെങ്കിൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഓയിൽ, അവരുടെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി പറ്റും. അത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അമേരിക്കയുടെ റിഫൈനറീസിൽ, അത് പ്രത്യേകിച്ച് ഹെവി ക്രൂഡ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റിഫൈനറീസ് ആണ് അമേരിക്കയിൽ ഭൂരിപക്ഷം ഉള്ളത്. അപ്പം അതിൽ ഈ അമേരിക്കയിൽ കിട്ടുന്ന ഓയിൽ കൊണ്ട് മാത്രം ഗുണമില്ല, ഷെയിൽ ഓയിൽ കൊണ്ട് മാത്രം അത് ഗുണമില്ല. ആ ഒരു സ്ട്രാറ്റജിക് റീസൺ കൂടിയാണ് ഈ വെനിസ്വേലയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. കാര്യം അവിടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നമാണ്. അമേരിക്കയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലെ തൊഴിലില്ലായ്മ, പ്രത്യേകിച്ച് അത് മാഗ ബേസിന് വളരെയധികം അസന്തുഷ്ടി അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാരണം കൂടിയാണ് വെനിസ്വേലയെ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരുപാട് റിസോഴ്സസ് ഉള്ള ഗ്രീൻലാൻഡിനെയും ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലാതെ നാഷണൽ സെക്യൂരിറ്റി അല്ല. അതിപ്പം ആലോചിച്ച് നോക്കൂ, ഗ്രീൻലാൻഡിനെ പറ്റി പറയുന്നത് അവിടെ റഷ്യ അമേരിക്കയ്ക്ക് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ആണെന്ന് പറയുന്നത്. അത് എത്രമാത്രം തെറ്റായ ഒരു വാദമാണ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി അവിടെ ഗ്രീൻലാൻഡിൽ അമേരിക്കക്ക് അവരുടെ മിലിറ്ററി ബേസ് ഉണ്ട്. അവിടെ എത്ര ആളെ വേണമെങ്കിലും അവർക്ക് ഇരുത്താം. രണ്ടാമത്, അങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റാണ് നേറ്റോ അടക്കമുള്ള അമേരിക്കൻ ഒരു രാജ്യങ്ങൾക്ക് ഈ റഷ്യ എങ്കിൽ, ഉക്രൈനില് റഷ്യ, പ്രത്യേകിച്ച് ട്രംപിന്റെ പോളിസി ഇതുപോലെ ആവില്ലല്ലോ. പ്രത്യേകിച്ച് അവിടെ യുക്രൈനില് യുദ്ധം നിർത്തണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ട്രംപ് പോകുന്നത്. അതിന് അനുകൂലമല്ല. യൂറോപ്യൻ രാജ്യങ്ങൾ അത് തുടരണം എന്നാണ്. അപ്പം അവരുടെ ഇതുപോലുള്ള വാദങ്ങൾക്കൊന്നും വലിയ അർത്ഥമേ ഇല്ല. അത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ എംപയറിൽ ആ തകർച്ചയുടെ വീഴ്ച വളരെയധികം ആർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, ട്രംപിന്റെ ഫാമിലിക്ക് വേണ്ടിയും അവിടുത്തെ വലിയ കോർപ്പറേഷൻസിനും ആ തകർച്ചയുടെ ആഘാതം കുറച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ട്രംപിന്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ട്രംപ് രാവിലെ എഴുതുന്ന സംഭവങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അത് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഓരോ കാര്യത്തിനും നമുക്ക് അർത്ഥം മനസ്സിലാവും. കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോ ക്യൂബ പ്രസിഡന്റ് ആവുമോ എന്ന ഒരു എക്സ്പോസ്റ്റ് പങ്കുവെച്ച് തനിക്ക് സമ്മതമാണ് എന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിരുന്നു. എന്താണ് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്? എന്താണ് മാർക്കോ റൂബിയോയും ക്യൂബയും തമ്മിലുള്ള ബന്ധം? മാർക്കോ റൂബിയോ ക്യൂബയുടെ അടുത്ത ലീഡർ ആവണം, പ്രസിഡന്റ് ആവണം
എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഈ മാർക്കോ റൂബിയോ അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. 2011-12 എഴുതിയ ആത്മകഥയിൽ ഒരു ഫിഡൽ കാസ്ട്രോ വിരുദ്ധനായിട്ട്, അല്ലെ ഫിഡൽ കാസ്ട്രോയുടെ ഭരണകൂടം, ഫിഡൽ കാസ്ട്രോ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് സ്വയം അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്ത് ആ നെറേറ്റീവ് ബിൽഡ് ചെയ്തിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളർന്നത്. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കള്ളത്തരം ആളുകൾ പിടിച്ചു. അദ്ദേഹത്തിന്റെ പച്ചയായ കള്ളത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1959 മുമ്പ് 56 അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അവിടുന്ന് ക്യൂബ വിട്ടത്. അപ്പം ബാറ്റിസ്റ്റ എന്ന അമേരിക്കൻ അനുകൂല ഭരണാധികാരിയായിരുന്നു അവിടുത്തെ ക്യൂബയുടെ പ്രസിഡന്റ്. ഫിഡൽ കാസ്ട്രോ അവിടെ അധികാരത്തിൽ വന്നിട്ടേ ഇല്ല. അപ്പൊ അത് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വിക്കിപീഡിയയിലടക്കം അദ്ദേഹം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവകാശവാദമൊന്നും അദ്ദേഹം പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു അസത്യം പറഞ്ഞിട്ട് ആ ഒരു ഫിഡൽ കാസ്ട്രോ വിരുദ്ധ ഒരു നെറേറ്റീവിന്റെ മുകളിൽ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരാളെ ക്യൂബയിലേക്ക് അയക്കുക എന്നുള്ള ട്രംപിന്റെ ഒരു പ്രസ്താവന, അതിലൊരു വിരോധാഭാസം അത് വളരെ പ്രകടമാണ്. അതില് വേറൊന്ന് ഇതെന്ന് വെച്ചാൽ ഈ മാർക്കോ റൂബിയോയുടെ ഫാമിലി ഇവര് ഇപ്പം വെനിസ്വേലയെന്നും കൊളംബിയെന്നും എല്ലാം മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തിവിടുന്നു. ആളുകള് അമേരിക്കയിൽ മയക്കുമരുന്ന് അവിടെ നിക്ഷേപിക്കുന്നു, അതിൽ അവർ പണം കൊയ്യുന്നു രീതിയിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ മറ്റു രാജ്യത്തിലെല്ലാവർക്കും എതിരായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മാർക്കോ റൂബിയോയുടെ അദ്ദേഹത്തിന്റെ അളിയൻ വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു മയക്കുമരുന്ന് വ്യാപാരിയാണ്. ഈ മാർക്കോ റൂബിയോയുടെ പല ക്യാമ്പയിനിലും സ്റ്റേജിൽ തന്നെ ഉണ്ടായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. എത്രയോ കാലം ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് വിമോചിതനായതിനു ശേഷം ഇദ്ദേഹത്തിന്റെ ക്യാമ്പയിനിലും റാലീസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഈ മാർക്കോ റൂബിയോ വളർന്നത്. അപ്പം ഇവരുടെയൊക്കെ കള്ളത്തരം, പ്രത്യേകിച്ച് സ്വന്തം ഒരു പ്രത്യേക രാഷ്ട്രീയ ഭാവിയെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അസത്യം വിളമ്പിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഇപ്പം ട്രംപും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഒരു തകർച്ച, ആ തകർച്ചയുടെ ആഘാതം അവരുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കയിലെ പ്രമുഖ കോർപ്പറേഷൻസിനും പരമാവധി കുറയ്ക്കുക എന്നുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് അമേരിക്കയിലുള്ളത്. വെനസ്വേല എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നുകയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോകാൻ ട്രംപിനെ സംബന്ധിച്ചു കഴിഞ്ഞു. പക്ഷേ ആ പ്ലാൻ സക്സസ് ആണ് എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? മറിയ കൊറീന മച്ചാഡോയെ അവിടെ പ്രസിഡന്റ് ആക്കണം എന്നതായിരുന്നു ട്രംപിന്റെ പ്ലാൻ. അത് നടന്നില്ല. അവിടുത്തെ ഭരണം അട്ടിമറിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. കാരണം വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആണ് അവിടെ ഭരണത്തിലേക്ക് വന്നത്. ആ രാഷ്ട്രം ഇപ്പോഴും ആ ഭരണത്തിന് കീഴിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ട്രംപിന്റെ പ്ലാൻ സക്സസ് എന്ന അവകാശവാദത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? അല്ല, അതിപ്പം വെനസ്വേലയിൽ മാത്രമല്ല, ഈ റെജിം ചേഞ്ച് എവിടെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള അമേരിക്ക നടത്തിയിട്ടുള്ള റെജിം ചേഞ്ച് ഏത് മേഖലയിലാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള? നിങ്ങൾ പറ. അത് സുഡാനിൽ സക്സസ്ഫുൾ ആണോ? അത് ഇറാഖിന് സക്സസ്ഫുൾ ആണോ? അഫ്ഗാനിസ്ഥാനിൽ സക്സസ്ഫുൾ ആണോ? അത് ആദ്യം യുക്രൈനെ പ്രഷറൈസ് ചെയ്ത് നേറ്റോയിൽ ചേരാൻ വേണ്ടി യുക്രൈനെ പ്രഷറൈസ് ചെയ്ത വിഭാഗങ്ങൾ, അതിൽ അമേരിക്ക ഉണ്ടല്ലോ, ആ രാജ്യങ്ങളിൽ അമേരിക്ക ഉണ്ടല്ലോ. ഇതിലൊന്നും ഈ റെജിം ചേഞ്ച് ഓപ്പറേഷൻസ് എവിടെയും സക്സസ്ഫുൾ ആണ്. പിന്നെ വെനിസ്വേലയിലെ പ്രത്യേകിച്ച് ഞാൻ ആ രാജ്യത്ത് ഞാൻ സഞ്ചരിച്ചിട്ടില്ല, പക്ഷെ അവിടെയുള്ള പല ആളുകളോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പരിധിക്കപ്പുറം ഇവർക്ക് കിഡ്നാപ്പ് ചെയ്യുക എന്നതൊഴിച്ച് ശക്തമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ ഒരു മിലിറ്ററി സക്സസ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. വെനസ്വേലയിലെ ഭരണ പരാജയമാണ് യഥാർത്ഥത്തിൽ ഈ അവസ്ഥകളിലേക്ക് സാഹചര്യങ്ങളെ എത്തിച്ചത്. അമേരിക്കയുടെ ഈ കടന്നുകയറ്റം അവിടെ തെരുവിൽ ജനങ്ങൾ ആഘോഷമാക്കുകയായിരുന്നു. അപ്പോൾ
ഭരണപരാജയം എന്നതിലെ വസ്തുതകൾ എത്രമാത്രമാണ്? അങ്ങനെ ഒരു ഭരണപരാജയമുണ്ടെങ്കിൽ അതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? ഈ ഇതില് നമ്മളിപ്പം ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നടന്നതല്ലേ ഉള്ളൂ. അമേരിക്കയല്ലേ അങ്ങോട്ട് ആക്രമിച്ചത്. അപ്പോ തിരിച്ച് അത് പ്രത്യേകിച്ച് ഇസ്രയേലിന് വേണ്ടി അമേരിക്ക നടത്തിയ യുദ്ധമാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അത് മാത്രമല്ല, ഞാൻ ഈ ഇസ്രയേലിന്റെ കാര്യം പറയുമ്പോൾ വെനസ്വേലയുടെ കാര്യം കൂടി പറയും. കാര്യം ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അവിടെ ഓയിലൊന്നും ഇല്ലാത്ത രാജ്യമാണ്. അവരുടെ പ്രധാനപ്പെട്ട സപ്ലൈസ് അവര് ഇപ്പൊ റഷ്യക്കെതിരായിട്ടുള്ള സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ വലിയ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ടർക്കിയും അതുപോലെ അസർബൈജാൻ, അവിടെയൊന്നും അതിനൊന്നും സ്ഥിരതയില്ല. അപ്പൊ ആ ഒരു ഈ പ്രത്യേകിച്ച് ഹെവി ക്രൂഡ്, അപ്പൊ സ്ഥിരതയുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സപ്ലയർ കിട്ടാൻ വേണ്ടി കൂടി ആണ് ഈ വെനിസ്വേല, ഇസ്രായേലിന് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് വെനിസ്വേലക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്ന എത്രയോ പൊളിറ്റിക്കൽ കമന്റേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ വേറെ രാജ്യങ്ങളെ കയറി ആക്രമിച്ചിട്ടൊന്നുമില്ല. ഇറാനെതിരായിട്ടുള്ള യുദ്ധം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവരപ്പം അതിനെതിരായിട്ട് അവർ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇറാനിലെ ജനത അവിടുത്തെ ഭരണകൂടത്തിനെതിരായിട്ട് നടത്തുന്ന പ്രതിഷേധങ്ങളിൽ അമേരിക്ക ജനങ്ങളുടെ ഭാഗത്ത് എന്നുള്ളത് ഒരു തമാശയാണ്. കാര്യം ഇപ്പൊ ഐസിനെതിരായിട്ട് അമേരിക്കയിൽ മുഴുവൻ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അതിനെ അടിച്ചമർത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അവിടെ ഇറാൻ വന്ന് ട്രംപ് അവിടുത്തെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ അടിച്ചമർത്തി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ ബോംബിടുന്നു ഇറാൻ പറയുന്നില്ലല്ലോ. അത് ഒരു രാജ്യത്തിന്റെ ഒരു പരമാധികാരത്തിന്റെ പ്രശ്നമാണ്. ഗ്രീൻലൻഡ് സ്വന്തമാക്കാൻ എല്ലാ വിധത്തിലും ട്രംപ് ശ്രമങ്ങൾ നടത്തി വരികയാണ്. എല്ലാ നീക്കങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ് ട്രംപ്. അതിൽ ചൈനയുടെയും റഷ്യയുടെയും മേഖലയിലെ ആധിപത്യമാണ് ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അത് സുരക്ഷാ പ്രശ്നമാണ് എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ എന്താണ് ഗ്രീൻലൻഡിന്റെ കാര്യത്തിൽ ട്രംപിന്റെ ലക്ഷ്യം? അതിനെ ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഗ്രീൻലാൻഡിനെ പറ്റി പറയുന്നത് അവിടെ റഷ്യ അമേരിക്കയ്ക്ക് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ആണെന്ന് പറയുന്നത്. അത് എത്രമാത്രം തെറ്റായ ഒരു വാദമാണ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി അവിടെ ഗ്രീൻലാൻഡിൽ അമേരിക്കക്ക് അവരുടെ മിലിറ്ററി ബേസ് ഉണ്ട്. അവിടെ എത്ര ആളെ വേണമെങ്കിലും അവർക്ക് ഇരുത്താം. രണ്ടാമത്, അങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റാണ് നേറ്റോ അടക്കമുള്ള അമേരിക്കൻ ഒരു രാജ്യങ്ങൾക്ക് ഈ റഷ്യ എങ്കിൽ ഉക്രൈനില് റഷ്യ, പ്രത്യേകിച്ച് ട്രംപിന്റെ പോളിസി ഇതുപോലെ ആവില്ലല്ലോ. പ്രത്യേകിച്ച് അവിടെ യുക്രൈനില് യുദ്ധം നിർത്തണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ട്രംപ് പോകുന്നത്. യൂറോപ്പിന് അതിന് അനുകൂലമല്ല. യൂറോപ്യൻ രാജ്യങ്ങൾ അത് തുടരണം എന്നാണ്. അപ്പം അവരുടെ ഇതുപോലുള്ള വാദങ്ങൾക്കൊന്നും വലിയ അർത്ഥമേ ഇല്ല. അത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ എംപയറിൽ ആ തകർച്ചയുടെ വീഴ്ച വളരെയധികം ആർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, ട്രംപിന്റെ ഫാമിലിക്ക് വേണ്ടിയും അവിടുത്തെ വലിയ കോർപ്പറേഷൻസിനും ആ തകർച്ചയുടെ ആഘാതം കുറച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ട്രംപിന്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ട്രംപ് രാവിലെ എഴുതുന്ന സംഭവങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അത് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഓരോ കാര്യത്തിനും നമുക്ക് അർത്ഥം മനസ്സിലാവും. ഇന്ത്യ അമേരിക്ക വിഷയത്തിലേക്ക് വന്നാൽ താരിഫ് യുദ്ധം അത് എല്ലാ സീമകളും മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 500% താരിഫ് ഉയർത്തും എന്ന ഭീഷണി വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്നവർക്ക് 25% അധിക തീരുവ എന്ന് വരുന്നു. അതൊക്കെ വലിയ ഭീഷണിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം ഏത് നിലയിലാണ് ഇപ്പോൾ എന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്ത്യയുടെ ഒരു നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിലും അതിൻ്റെതായിട്ടുള്ള ഇന്ത്യയുടെ ഒരുപാട് കാരണങ്ങൾ ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിന് അതിൻ്റെതായ രീതിയുണ്ട്. ഇന്ത്യ ഒരു അമേരിക്കയുടെ പ്രൊട്ടക്ടറേറ്റ് ഒന്നും അല്ലല്ലോ. ഇന്ത്യ ഒരു വാസൽ സ്റ്റേറ്റും അല്ല. അപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള തീരുമാനം എടുക്കാം. എടുത്ത തീരുമാനം വളരെ ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വെനിസ്വേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം പ്രത്യേകിച്ച് നമ്മള്
അവിടെ പ്രത്യേകിച്ച് വെനിസ്വേലയിലെ പുതിയ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ കൂടുതൽ ചർച്ച നടത്തണം. അവിടുത്തെ ജനങ്ങളുടെ ഭാവിയെ പറ്റിയിട്ടുള്ള ഒരു ഉത്കണ്ഠയൊക്കെയാണ് നമ്മൾ രേഖപ്പെടുത്തിയത്. പക്ഷെ അതിൽ ഒതുങ്ങുന്നതല്ലല്ലോ പ്രശ്നം വേറൊരു രാജ്യത്ത് നിന്ന് അവിടുത്തെ ഒരു പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് പോയ അതിൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ശക്തമായിട്ടില്ലെങ്കിൽ നമ്മളത് ആ വിഷയത്തെ കൂടുതൽ വിപുലമായ രീതിയിൽ നമ്മൾ കാണണ്ടായിരുന്നു. അതല്ല, ഈ ടാരിഫ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം ട്രംപ് എന്താ ചെയ്യുന്നതെന്നുള്ളത് ഇപ്പം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ പ്രത്യാശക്ക് വക നൽകുന്ന ഒന്നും ഇന്ത്യയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കമന്റുകളിൽ നിന്ന് നമുക്ക് അടുത്ത കാലത്തൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് നിരാശാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് വളരെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമ്മൾ ഒരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ വളരെയധികം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചതിന്റെ നേരെ വിപരീതമായിട്ട് അത് പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു സത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇന്ത്യ അമേരിക്കൻ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അത് ഞാൻ ഓഫ് ദ റെക്കോർഡ് പറയുന്നത്, അത് ഇപ്പൊ എന്താ പറയാ, ഇപ്പം ഞാനിത് കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇതിലൊന്നും? നമുക്ക് ഇന്ത്യ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ സ്വന്തം പറഞ്ഞാൽ മതി. ഇന്ത്യ അമേരിക്കയായിട്ട് അടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റഷ്യയുടെ ഓയിൽ വാങ്ങുന്നതിനെതിരായിട്ടുള്ള അമേരിക്കൻ്റെ ഒരു സ്റ്റാൻഡ് ട്രംപ് ഓരോ തവണയും കടുപ്പിച്ചു കൊണ്ടുവരുവാണ്. അതിന് എന്താണ് വ്യക്തിപരമായിട്ട് വേറെ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് വ്യക്തമല്ല. കാര്യം പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ടുള്ള ഏറ്റുമുട്ടലിൽ ട്രംപ് സഹായിച്ചു എന്ന് പറഞ്ഞപ്പോ അതിനെ ഇന്ത്യ പിന്തുണച്ചില്ല വ്യക്തമായിട്ട്. അതുകൊണ്ടുള്ള ഈഗോ പ്രശ്നമാണോ ഒന്നും അറിയില്ല. പക്ഷെ എന്തിനാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധമോ അവർ നയതന്ത്ര ബന്ധമോ ഒന്നും നമ്മളൊരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. നമ്മളെ വളരെയധികം മുന്നോട്ട് കുതിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രത്യേക ഒരു സിനാരിയോ ആണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം. പക്ഷെ അത് അതേപോലെയല്ല നടന്നിട്ടുള്ളത്, നേരെ വിപരീതമായിട്ടാണ് നടന്നിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ ഉല്ലേഖ്, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും അന്താരാഷ്ട്ര സാഹചര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചതിനും. ഓക്കെ, താങ്ക് യു.